മാതർമേ മധുകൈടഭഗ്നി അഹിഷപ്രാണാപഹാരോദ്യമേ ഏലാ നിർമ്മിത ധൂമ്രലോചനമതേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി പറഞ്ഞയച്ചതായിട്ടുള്ള മറുപടി ആണ് പറയണത്. അതായത് ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ആ പ്രതിജ്ഞ എന്താണെന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞു. ഇനി ആ പ്രതിജ്ഞ എന്താണെന്ന് പറയുകയാണ്. ആ പ്രതിജ്ഞ തെറ്റിക്കാൻ വയ്യ എന്നുള്ളതാണ്. ബുദ്ധിമോശം കൊണ്ടായിരിക്കും ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ആ പ്രതിജ്ഞ എന്താണെന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ പറയണം. യോ മാം ജയതി സംഗ്രാമേ യോ മേ ദർപ്പം വ്യപോഹതി യോ മേ പ്രതിബലോ ലോകേ സമേ ഭർത്താ ഭവേദിതി. യോ മാം ജയതി സംഗ്രാമേ, ആരാണോ യുദ്ധത്തിൽ എന്നെ ജയിക്കുന്നത്, യോ മേ ദർപ്പം വ്യപോഹതി, ആരാണോ എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നത്, അതായത് എന്നെ യുദ്ധത്തിൽ ജയിച്ച് എൻ്റെ അഹങ്കാരം ഇല്ലാതാക്കുന്നത് ആരാണോ, യോ മേ പ്രതിബലോ ലോകേ, ആരാണോ ലോകത്തിൽ എനിക്ക് തുല്യബലവാനായിട്ടുള്ളത്, തുല്യമായ ബലത്തോടു കൂടിയത് ആരാണോ, സമേ ഭർത്താ ഭവേദിതി, അയാൾക്ക് എന്നെ ഭർത്താവ് ആകാൻ പറ്റുള്ളൂ. എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള ആളായിരിക്കണം. യുദ്ധത്തിൽ എന്നെ ജയിച്ച് എൻ്റെ ദർപ്പം ഇല്ലാതാക്കിയിട്ട് എനിക്ക് തുല്യബലവാനായിട്ടുള്ള ആളെ മാത്രമേ എന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആളെ എൻ്റെ ഭർത്താവായിട്ട് തീരുള്ളൂ എന്നൊരു പ്രതിജ്ഞ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ബുദ്ധിമോശം കൊണ്ടാവുമായിരിക്കും ഇങ്ങനൊരു പ്രതിജ്ഞ ചെയ്തു പോയി. തദാഗച്ഛതു ശുംഭോത്ര നിസുംഭോ വാ മഹാസുര തദ്, അതുകൊണ്ട് ശുംഭനോ നിസുംഭനോ ആരെങ്കിലും ആണെങ്കിലും വന്നോട്ടെ ഇവിടെ. തദാഗച്ഛതു ശുംഭോത്ര നിസുംഭോ വാ മഹാസുര, മഹാസുരനായിട്ടുള്ള ശുംഭനോ ഇവിടെ വന്നോട്ടെ എന്നാണ്. മാം ജിത്വാ പാണിം ഗൃഹാതുമേ, മാം ജിത്വാ, എന്നെ ജയിച്ചിട്ട് എൻ്റെ പണി സ്വീകരിച്ചോട്ടെ, എൻ്റെ കൈ പിടിച്ചോട്ടെ, എന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന്. ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് എന്നെ ജയിച്ചിട്ട് എൻ്റെ വിവാഹം ചെയ്തു കൊള്ളട്ടെ. അത് ഞാൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തു പോയി എന്നുള്ളതാണ്. അപ്പോൾ തദാഗച്ഛതു ശുംഭോത്ര നിസുംഭോ വാ, ശുംഭനോ നിസുംഭനോ ആരായാലും ഇവിടെ വന്നോട്ടെ, എന്നെ ജയിച്ചിട്ട് എൻ്റെ പാണിഗ്രഹണം ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞത്. കിം ചിരേണാത്ര, എന്തിനാ താമസിക്കൊന്നും വേണ്ട, വേഗം വന്നോട്ടെ, എന്നെ യുദ്ധത്തിൽ ജയിച്ചിട്ട് വിവാഹം ചെയ്തോട്ടെ, വിരോധമൊന്നുമില്ല, എനിക്കത് താല്പര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇനി അവലിപ്സാസി, അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൂതൻ പറയുകയാണ്, ദൂതന്റെ മറുപടിയാണ് അടുത്തത്. അവലിപ്താസി മൈവം ത്വം ദേവി ബ്രൂഹി മമാഗ്രതഃ ത്രൈലോക്യേ കപ്പുമാംസ്തിഷ്ഠേത് അഗ്രേ സുംഭതി സുംഭയോഃ. അവലിപ്താസി, നീ എനക്ക് കുറച്ച് അഹങ്കാരം തന്നെയാണ് എന്ന് പറയുകയാണ്. ശുംഭൻ ഈ സുഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള ദൂതനാണ് പറയണത്. ഇങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞ് യുദ്ധത്തിന് വരാനായിട്ട് പറയണില്ലേ, അത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അവലിപ്ത അസി, എനിക്ക് കുറച്ച് അഹങ്കാരം തന്നെയാണ്. മൈവം ത്വം ദേവി ബ്രൂഹി, എന്നോട് ഇങ്ങനെ പറയരുത്. മമ അഗ്രത, എൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയണ്ട, ഇത് പറഞ്ഞ വിഷമാണ് എന്നുള്ളത് പറയാണ്. മാ ബ്രൂഹി, ഇപ്രകാരം പറയരുത് എന്നാണ്. മാ ഏവം ത്വം, ഇപ്രകാരം നീ എൻ്റെ മുമ്പിൽ പറയരുത്. ത്രൈലോക്യ, എന്താ പറയരുതെന്ന് പറയാൻ കാരണം, ത്രൈലോക്യത്തിൽ ഈ 3 ലോകത്തില് കഹ പുമാൻ, ഏത് മനുഷ്യനാണ് തിഷ്ഠേത് അഗ്രേ സുംഭതി സുംഭയോഹോ, ശുംഭന്റെയും നിസുംഭന്റെയും മുമ്പിൽ നിൽക്കാൻ ശക്തിയുള്ളത് ആരാളുള്ളത്? അതായത് യുദ്ധത്തില് ശുംഭനോടോ നിസുംഭനോടോ എതിരിടാനായിട്ട് ശക്തി ആർക്കുള്ളത്? ആർക്കും ഇല്ല എന്ന് പറയാണ്. കഹ പുമാൻ, ഏത് പുരുഷനാണ് ശുംഭനോടും നിസുംഭനോടും നേരിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുക? അന്യേഷാമപി ദൈത്യാനം സർവേ ദേവാ നവൈ യുധി തിഷ്ഠന്തി സംയുഗേ ദേവി കിം പുനഃ സ്ത്രീത്വമേകിക. ഇനി
ഇതിനി ശുംഭനിശുംഭന്മാരെന്നില്ല, ബാക്കിയുള്ള ദൈത്യന്മാരുടെ മുമ്പിലൊന്നും നിൽക്കാൻ ദേവന്മാർക്കൊന്നും സാധ്യമല്ല എന്നാണ്. അന്യേപി അന്യേഷാമപി ദൈത്യാനാം, വേറെ ഉള്ളതായിട്ടുള്ള ദൈത്യന്മാരിലും സർവേ, ആ ദൈത്യന്മാർക്കും സർവേ ദേവാ നവൈ യുധി, സർവേ ദേവാ, എല്ലാ ദേവന്മാരും ആ മറ്റുള്ള ദൈത്യന്മാരുടെ മുമ്പിൽ നിൽക്കാൻ ശക്തിയുള്ളവരല്ല. നവൈ, അവര് യുദ്ധത്തിൽ മറ്റുള്ള ദൈത്യന്മാരുടെ മുമ്പിൽ നിൽക്കാനും ദേവന്മാരൊന്നും പ്രാപ്തരല്ല എന്നാണ്. തിഷ്ഠന്തി സംയുഗേ ദേവി, അവരൊന്നും ആ ദൈത്യന്മാരുടെ മുമ്പിൽ നിൽക്കില്ല എന്നാണ്. സംയുഗേ, യുദ്ധത്തിൽ. ദേവി കിം പുന സ്ത്രീത്വമേകിക, പിന്നെ ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഏകിക, ഒരു സ്ത്രീ ഒറ്റയ്ക്കാണുള്ളത്. ആ സ്ത്രീക്ക് അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ എന്താ സംശയിക്കാനുള്ളത്? പിന്നെ എങ്ങനെയാ നിങ്ങൾ ഒരു സ്ത്രീ ഇങ്ങനെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതല്ല നല്ലത്. ഇന്ദ്രാദ്യാ സകലാ ദേവാഹ വസ്തുർയേഷാം ന സംയുഗേ സുഭാദീനാം കഥം തേഷാം സ്ത്രീ പ്രയാസ്യസി സമ്മുഖം. ഇനി ഇന്ദ്രാദ്യാഹ സകലാ ദേവാഹ, ഇന്ദ്രാദികളായിട്ടുള്ള എല്ലാ ദേവന്മാരും തസ്തുഹു യേഷാം ന സംയുഗേ, യേഷാം സംയുഗേ ന തസ്തുഹു, ആരോട് യുദ്ധത്തിൽ നിൽക്കുന്നില്ലയോ, അതായത് അവർക്കൊന്നും യുദ്ധം ചെയ്യാൻ കഴിവില്ല. ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാർക്കൊന്നും സുംഭാദികളോട് യുദ്ധം ചെയ്യാനായിട്ട് സാധ്യമല്ല. സുംഭാദീനാം, സുംഭാദികളോട് യുദ്ധം ചെയ്യാൻ ഈ ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാർക്ക് പോലും സാധ്യമല്ല. കഥം തേഷാം, അങ്ങനെയുള്ളതായിട്ടുള്ള അവരോട് സ്ത്രീ പ്രയാസ്യസി സമ്മുഖേ, സമ്മുഖമായിട്ട് നേരിട്ട് ഒരു സ്ത്രീ പോണത് എങ്ങനെയാ? ദേവന്മാർക്ക് പോലും, ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാർക്ക് പോലും സാധിക്കാത്തതാണ് അവരോട് നേരിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ ഒരു സ്ത്രീ എങ്ങനെ പോവും എന്ന് ചോദിക്കുകയാണ്. സാത്വം ഗച്ഛ മയൈവോക്ത പാർശ്വം സുംഭനിസുംഭയോ കേശാകർഷ നിർധൂത ഗൗരവമാഗമിഷ്യസി. സാത്വം, അതുകൊണ്ട് ത്വം ഗച്ഛ, ഈ വരൂ, ഗച്ഛാന്ന് വെച്ചാൽ പൊയ്ക്കോളൂ, അതായത് പൊക്കോളൂ എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം പൊക്കോളൂ എന്നുള്ളതാണ്. സാത്വം ഗച്ഛ മയൈവ ഉക്ത, എന്നോട് ഞാൻ ഇപ്രകാരം പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വന്നോളൂ എന്നാണ്. പാർശ്വം സുംഭനിസുംഭയോഹോ, സുംഭനിസുംഭന്മാരുടെ അടുത്തേക്ക് എന്നോട് ഞാൻ പറഞ്ഞതായിട്ട് അങ്ങോട്ട് വന്നോളൂ എന്നാണ്. കേശാകർഷണ നിർധൂത ഗൗരവമാഗമിഷ്യസി, കേശാകർഷണം തലമുടിയിൽ പിടിച്ച് വലിച്ച് നിർധൂതയായിട്ട് ആ വലിച്ചടച്ചും കൊണ്ട് ആ പോവുക എന്നുള്ളതായിട്ടുള്ള ഗൗരവം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതാണ് സംഭവിക്കാൻ പോണത്. മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കേശാകർഷണം കൊണ്ട് നിന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോലാണ് ഉണ്ടാവുക. അപ്പം അതിന് ഇട നിൽക്കണ്ട, അതുകൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വന്നോളൂ എന്നുള്ളതാണ്. അവിടേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. ഏവമേതദ് ബലീസുംഭോ നിസുംഭശ്ചാപി വീര്യവൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിതാ കൃതാ. ശരി തന്നെയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് അവരോട് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ടായില്ല എന്ന് വരും. ഏവമേതദ് ബലീ സുംഭ, സുംഭൻ നല്ല ബലവാനാണ്, ശരി തന്നെയാണത്. നിസൃംഭോപി നിസുംഭശ്ചാപി വീര്യവാൻ, നിസുംഭനും അതേ നല്ല വീര്യമുള്ള ആൾ തന്നെയാണ്. രണ്ടുപേരും കേമന്മാരാണ്. പക്ഷേ കിം കരോമി, ഞാൻ എന്താ ചെയ്യുക? പ്രതിജ്ഞാമേ യത് അനാലോചിത കൃത, ഞാനൊരു ആലോചിക്കാതെ കണ്ട, അനാലോചിത, ആലോചന ഇല്ലാതെ കണ്ട ഒരു പ്രതിജ്ഞ ചെയ്തു പോയി. അപ്പം ഞാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ്. പ്രതിജ്ഞാമേ കിം കരോമി, ഞാൻ എന്ത് ചെയ്യട്ടെ? പ്രതിജ്ഞാകൃത, പ്രതിജ്ഞ ചെയ്തു എന്നുള്ളതാണ്. ഏത് അനാലോചിത, ആലോചിക്കാണ്ട് ചെയ്തതായിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു പ്രതിജ്ഞ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നിവൃത്തിയില്ല. അപ്പം ആ പ്രതിജ്ഞ നിറവേറ്റാതെ കണ്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.